അല്പസമയം മുൻപാണ് മേയർ മാധ്യമങ്ങളെ കണ്ടത്. കൃത്യമായ മറുപടി എന്തായാലും മേയറിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് ഷഹീദ് നമുക്കിപ്പം തുടരുന്നുണ്ട്. ഷഹീദ്, മാധ്യമപ്രവർത്തകർ മിഠായി തെരുവിലുണ്ടായ സംഭവങ്ങൾ അടക്കം ഓർമ്മിപ്പിച്ചുകൊണ്ട് കൃത്യമായ ചോദ്യങ്ങളാണ് മേയറുടെ മുന്നിലേക്ക് വെച്ചത്. എങ്ങനെ, കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെയുള്ള നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുണ്ടായ ചോദ്യങ്ങൾക്ക് ഒന്നിനു പോലും കൃത്യമായ മറുപടി നൽകാൻ ബീന ഫിലിപ്പിന് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പ്രശ്നങ്ങളുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത്. അതായത് കോർപ്പറേഷൻ മേയറാണ്, ഇവിടുത്തെ നഗര വനിതയാണ്, അവർക്കാണ് ഈ ഗുരുതരമായ പ്രശ്നത്തിലുള്ള ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിലുണ്ടായിരുന്ന ചട്ടലംഘനത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് അവർ കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ചില കെട്ടിടങ്ങൾ നഗരത്തിൽ പലയിടങ്ങളിലുമുണ്ട്, ഇതെല്ലാം പരിശോധിക്കുമെന്ന് പറഞ്ഞു ഒഴിയുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ കെട്ടിടത്തിന് പുറത്തേക്ക് കെട്ടിട നിർമ്മാണ അനുമതി നിയമപ്രകാരമുള്ള അനുമതി നൽകിയ കെട്ടിടത്തിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് വലിയ തോതിൽ ഒരു 3-4 മീറ്ററോളം നീളത്തിൽ ഇത് കെട്ടി ഉണ്ടാക്കിയ ഭാഗമുണ്ട്, തകര ഷീറ്റ് കൊണ്ട് മറച്ച ഭാഗമുണ്ട്. ആളുകൾക്ക് നടന്നു പോകാനുള്ള നടവഴികൾ അത് അടച്ചുകൊണ്ട് അവിടെ ഗോഡൌൺ ആക്കി രൂപാന്തരപ്പെടുത്തിയ സാഹചര്യമുണ്ട്. ഈ കാര്യം നമ്മൾ അക്കമിട്ട് എണ്ണി മേയറോട് ചോദിച്ചിരുന്നു. പക്ഷേ മേയർക്ക് കൃത്യമായ മറുപടിയില്ല. പരിശോധിക്കാം, അത് പരിശോധിച്ചിട്ട് തെറ്റുകാരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് നടപടിയെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില ഉദ്യോഗസ്ഥരെ ഒരു പക്ഷേ ഇതിന് ബലിയാടാക്കിയേക്കാം. പക്ഷേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കേണ്ട വിഷയമല്ല. കാരണം കോർപ്പറേഷൻ സംവിധാനത്തിൽ രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഇടപെടലുകളൊക്കെ ഈ വിഷയത്തിൽ പലപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് നഗ്നമായ ഒരു സത്യമാണ്. അതായത് സ്വാധീനിക്കേണ്ടവരെ സ്വാധീനിക്കുകയും കാണേണ്ടവരെ കാണേണ്ടവയും തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ തരത്തിൽ അനധികൃതമായി കെട്ടിടത്തിൻ്റെ നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നിർമ്മാണത്തിനുള്ള അനുമതി നൽകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. മേയർ തന്നെ സൂചിപ്പിച്ചത് നഗരത്തിൽ പലയിടങ്ങളിലും ഇത്തരം കെട്ടിടങ്ങളുണ്ട്. ചിലത് കാണുമ്പോൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നടപടിയെടുക്കും, ഒഴിപ്പിക്കും. പക്ഷേ പിന്നീട് വീണ്ടും അവിടെ അവർ പഴയപടി തന്നെ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ദുരന്ത അനുഭവമാണ് നമ്മൾ ഇന്നലെ അനുഭവിച്ചത്. അതായത് നമ്മുടെ സംവിധാനങ്ങൾ, ഫയർഫോഴ്സും പോലീസും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ എത്തിയിട്ടും അവർക്ക് അവരുടെ ചെയ്യാവുന്ന പരമാവധിയൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് അത് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ കെട്ടിടത്തിന്റെ സുരക്ഷാ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ നിൽക്കുന്ന മേയറെയാണ് കണ്ടത്. നമ്മുടെ പ്രേക്ഷകർ ഇതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. മുരളീധരൻ പറയുന്നു, പഴയ കെട്ടിടങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്തുമ്പോൾ സർക്കാർ അറിയുന്നു പോലുമില്ല. കേരളത്തിൽ ഒക്കെ പണം കൊണ്ട് തീർക്കുകയാണ്. ഒരു വീടിന്റെ വരാന്ത ഒന്ന് മാറ്റിയാൽ അപ്പോൾ പഞ്ചായത്ത് എവിടെ നിന്നെങ്കിലും ഓടി വരുമെന്ന്. അത് സാധാരണക്കാരന്റെ പ്രയാസമാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കമന്റുകളായി രേഖപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ അലൻ പറയുന്നു, എന്ത് നടപടി ഉണ്ടാകാനാണ്? എറണാകുളം കടവന്ത്രയിൽ ഉണ്ടായപ്പോൾ കൊച്ചി നഗരസഭ അന്വേഷണം തുടങ്ങിയിട്ട് പിന്നീട് അതിനെപ്പറ്റി ഒരു അറിവും ഉണ്ടായിട്ടില്ല. അപ്പോൾ പലരും പല പ്രതികരണങ്ങളും പറയുന്നുണ്ട്. ഒരു മുൻ അനുഭവങ്ങൾ പലതും നമ്മുടെ മുന്നിലുണ്ടായിട്ടും ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലത്തെ ഈ സംഭവം.